നോമി വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന ഈ ഒരു വിഷയം മെയിൻ ന്യൂസ് ചാനലുകളാരും തൊട്ടതായിട്ടോ കൂടുതൽ ഡിസ്കസ് ചെയ്തതായിട്ടോ നോമിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നോമി ഇതിൽ കുറച്ച് കാര്യങ്ങൾ സംശയം ഉന്നയിക്കാൻ പോവുകയാണ്. കാളിയാർ മഠം കളരി അരൂരിൽ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് 1-2 മാസങ്ങൾക്ക് മുമ്പ് ദ ജേർണലിസ്റ്റ് യദുവിൻ്റെ വീഡിയോ കാണാനിടയായിട്ടുണ്ടായിരുന്നു. ഈ ഒരു പെർട്ടിക്കുലർ കാളിയാർ മഠം റിലേറ്റഡ് ആയിട്ട് അതിൻ്റെ രണ്ടിനെയും സ്ക്രീൻഷോട്ട് ഞാനിവിടെ വയ്ക്കാം. ചാത്തൻ മഠമാണ് എന്നുള്ളത് ഈ ഒരു വ്യക്തിയെ ചിലപ്പോൾ മുട്ടടിച്ച് ഈ ഒരാളെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. സുബീഷ് സ്വാമി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് BGM ഇട്ട റീൽസ് ഒക്കെ പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഇനി അങ്ങനെ ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാളിയാർ മഠം കളരി എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി നോക്കുക. കുട്ടിച്ചാത്തൻ ആണ് ഇവരുടെ മെയിൻ ഉപാസനാമൂർത്തി, വിഷ്ണുമായ കുട്ടിച്ചാത്തൻ. ഞാനിവിടെ കുട്ടിച്ചാത്തന്മാരെക്കുറിച്ചും മനുഷ്യച്ചാത്തന്മാരെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ടേ. അപ്പോൾ പലവട്ടം നോമി കുട്ടിച്ചാത്തന്മാരെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നോമിന് പല ഭീഷണികളും വരാറുണ്ടായിരുന്നു. ഇതിലും നോമൊരു ഭീഷണി എന്താണെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ സൈഡിൽ നോമൊരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്, ശബ്ദം വയ്ക്കുന്നില്ല. ഒരു വ്യക്തിയെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഒരു വീട്ടിനകത്തേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോയി അതിമൃഗീയവും കൊടൂരവുമായ രീതിയിൽ മർദ്ദിക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇന്നത്തെ കണ്ടൻറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ. അപ്പോഴാണ് എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ റീല് കിട്ടുന്നത്. ഞാൻ വിചാരിച്ചത് എന്തുവാണ് ഇത്, സിനിമ ഷൂട്ടിങ്ങാ? ഒരാളെങ്ങനെ എല്ലാവരും കൂടി പിടിച്ചുകൊണ്ട് പോയിട്ട് അടിക്കുക? അത് കഴിഞ്ഞത് കേരളത്തിൽ തന്നെയാണോ? മുകളിൽ നിന്ന് നോർത്തുനിന്ന് എങ്ങാണ്ട്, ഇപ്പം നോർത്തും സൗത്തും വ്യത്യാസമില്ല, അവിടെ നടക്കുന്നതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അല്ല, ഇത് കാര്യമായിട്ടുള്ള എന്തോ വിഷയമാണ്. ഇനിയിപ്പോൾ അതിർത്തി തർക്കമോ ഇനി വേറെ എന്തെങ്കിലും പരിപാടിക്ക് പിടിച്ചതോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് നമുക്കറിയാൻ പാടില്ലല്ലോ. അങ്ങനെ ഇന്നലെ മൊത്തം ഞാൻ ഇതിൻ്റെ പിന്നാലെ പോയി നോക്കി. റിപ്പോർട്ടർ ചാനലിലാണ് ഒരു ന്യൂസ് കണ്ടത്. അതിന് അവിടെ പ്ലേ ചെയ്യാം. പ്രശ്നത്തിൽ ഈ സംഭവത്തിൽ എന്താണെങ്കിലും അരൂർ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. സംഭവം ഉണ്ടാകുന്നത് ഇന്നലെ വൈകിട്ട് 6 മണിക്കാണ്. ഈ മഠത്തെ സംബന്ധിച്ച് വലിയ ആരോപണങ്ങൾ ഉണ്ട്. കാളിയാർ മഠം ഒരു കുട്ടിച്ചാത്തൻ സേവയൊക്കെ തന്നെ നടക്കുന്ന സ്ഥലമാണെന്ന് ആരോപണമുണ്ട്. ഇന്നലെ നടന്ന സംഭവം ഇങ്ങനെയാണ്. അതായത് ഈ മഠത്തിന്റെ തൊട്ടടുത്തുള്ള മധു എന്ന പേരിൽ ഒരാളുടെ ഒരു പുരയിടമുണ്ട്. ആ പുരയിടത്തിലേക്ക് നിലവിൽ മർദ്ദനത്തിനിരയായ സുൽഫീഖർ, അവിടുത്തെ അയൽവാസിയാണ്, അയാൾ അവിടെ എത്തിയപ്പോൾ അയാളുടെ സുഹൃത്തിന്റെ പുരയിടമാണ് ഈ മധുവിൻ്റെത്. അവിടേക്ക് ഈ സ്ഥാപനത്തിലെ അതായത് ഈ മഠത്തിലെ ചില നിർമ്മാണ സാമഗ്രികൾ ഈ പറമ്പിലേക്ക് ഇട്ടിരുന്നു. അത് ചോദ്യം ചെയ്തു. അങ്ങനെ നിർമ്മാണ സാമഗ്രികൾ ഈ തന്റെ കൂട്ടുകാരന്റെ പുരയിടത്തിലേക്ക് ഇട്ടത് ചോദ്യം ചെയ്ത് സുൽഫീഖറും ഒപ്പം തന്നെ ഈ കാളിയാർ മഠത്തിലെ ജീവനക്കാരും തമ്മിൽ തർക്കമുണ്ടാകുന്നു. അങ്ങനെയാണ് കാളിയാർ മഠത്തിന്റെ ഉടമ സുബീഷ്, ഒപ്പം സുബീഷിന്റെ ഭാര്യ, പിതാവ് മനോഹരൻ, ജാൻസി, ശരണ്യ, ഒപ്പം തന്നെ ഇവരുടെ കൂടെ കണ്ടാലറിയാവുന്ന 7 പേർ ചേർന്ന് ക്രൂരമായി ഈ മഠത്തിന്റെ മുൻപിൽ വെച്ച് മർദ്ദിക്കുകയും നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ആ ഗേറ്റിനകത്തേക്ക് ഇയാളെ വലിച്ചിഴച്ച് കൊണ്ടുപോവാണ്. കരിങ്കല്ല് കൊണ്ട് ഇയാളുടെ തലക്കടിച്ചു. ഗുരുതര പരിക്കുകളോടെ സുൽഫീഖറിനെ നിലവിൽ തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇയാളുടെ പരാതിയിൽ അരൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾക്ക് ക്രൂരമർദ്ദനം ഉണ്ടായി എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ 11 പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഈ മഠത്തിനെതിരെ വ്യാപകമായ പരാതി നാട്ടുകാർക്കുണ്ട്. ഇവിടെ കുട്ടിച്ചാത്തൻ സേവ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നാണ് പരാതി. എന്താണെങ്കിലും നിസ്സാര കാര്യത്തിന്, അതായത് തൊട്ടപ്പുറത്തെ പറമ്പിൽ നിർമ്മാണ സാമഗ്രികൾ ഇട്ടത് ചോദ്യം ചെയ്ത അയൽവാസിയാണ് ഈ മഠത്തിലെ ജീവനക്കാരും ഇവിടുത്തെ അന്തേവാസികളും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയത്. ഇതാണൊരു ന്യൂസ് റിപ്പോർട്ട് ഞാൻ കണ്ടത്. വേറൊരു ചാനലിലും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ആ ദിവസം ഞാൻ കണ്ടില്ല. പക്ഷേ ഇന്ന് നോക്കുമ്പോൾ മീഡിയ 1 ഇത് ജസ്റ്റ് ഒന്ന് പോയി കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വിഷയം പറയാം. ഈ കാളിയാർ മഠം വിഷ്ണുമായ കുട്ടിച്ചാത്തനെ ഉപാസനാമൂർത്തിയായി കണ്ട് ഉപവസിക്കുന്ന ഇവർ, ഞാൻ 2-3 വർഷമായിട്ട് അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ഇവരുടെ ഈ വീഡിയോസ്, എസ്പെഷ്യലി ഈ സുബീഷ് സ്വാമിയുടെ വീഡിയോസ് ഇങ്ങനെ ഇടയ്ക്കും തലയ്ക്കും നമുക്ക് എക്സ്പ്ലോററിലൊക്കെ വന്നു പോകുമ്പോൾ കാണാറുണ്ടായിരുന്നു. ഇതിനു മുമ്പും ഞാൻ ഈ കുട്ടിച്ചാത്തൻ ടെമ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ, ഇവരതല്ല വേറൊരു സംഗതിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അത് ചെയ്ത സമയത്തും ഞാൻ ഇതിലൂടെയൊക്കെ ഒന്ന് പോയി നോക്കിയിരുന്നു. ഇവരുടെ ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. മനസ്സിലായോ? കാറുകൾ മാറുന്നു, സ്വർണം മേത്ത് കുറേ ധരിക്കാൻ തുടങ്ങുന്നു, അങ്ങനെ അതിഭീകരമായിട്ടുള്ള മാറ്റം ഇവരുടെ റീൽസിൽ തന്നെ നമുക്ക് ഭയങ്കര വിസിബിളായിട്ട് വർഷങ്ങളോളം ഇങ്ങനെ നമുക്ക് ഇടയ്ക്ക് നൽകിയും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ബേസിക്കലി ഇവിടെ ദൈവവിശ്വാസികളുണ്ട്,
മതവിശ്വാസികളുണ്ട്. ദൈവവിശ്വാസികളുടെ ഇടയിൽ തന്നെ വളരെ അന്ധമായി വിശ്വസിച്ച് പല ആഭിചാര കർമ്മങ്ങളും ദുർമന്ത്രവാദത്തിലൊക്കെ വിശ്വസിച്ച് പോകുന്നവരുണ്ട്, കൾട്ടിൽ വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെ വിശ്വാസികൾ, ദൈവവിശ്വാസികൾ തന്നെ പല ടൈപ്പിലാണ്. കൂട്ടത്തിൽ ഈ വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ ഇതേപോലെ കുറേ കുട്ടിച്ചാത്തന് സേവ നടത്തുക എന്ന് പറഞ്ഞിട്ട് കുറേ ടീം വേറെ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ല ബിസിനസ് എന്താ? ഇതുപോലെ മതം വിൽക്കുക എന്നുള്ളതാണ്. അത് എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഇത് വിൽക്കാറുണ്ട്. എസ്പെഷ്യലി ഹിന്ദു മതത്തിലാവുമ്പോൾ ഇതിനൊരു കുറച്ച് തുട്ടിറങ്ങുന്ന പരിപാടി കൂടുതലാണ്, തുട്ടിറക്കാൻ ആൾക്കാരും കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഈ കുട്ടിച്ചാത്തൻ സെറ്റപ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ വിചാരിച്ച കാര്യം നടത്തിത്തരും കുട്ടിച്ചാത്തൻ. കുട്ടിച്ചാത്തൻ അതിനിരിക്കണം മുതലാണ്. നമ്മൾ വിചാരിച്ച കാര്യം കുട്ടിച്ചാത്തൻ നടത്തിത്തരും. ഇപ്പം എനിക്ക് തോന്നുകയാണ്, ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നു ഒരു കാറ് വാങ്ങണം. ഞാൻ മാനിഫെസ്റ്റും ചെയ്ത് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ച് ഇങ്ങനെ മനസ്സിലാലോചിച്ച് നടക്കണേക്കാൾ നല്ലത് ഞാനൊരു കുട്ടിച്ചാത്തൻ അമ്പലത്തിൽ ചെല്ലുക. പ്രത്യേകിച്ച് ഈ വിഷ്ണുമായ കുട്ടിച്ചാത്തനെ പോയി കണ്ടിട്ട് കുറച്ച് കാശ് അങ്ങോട്ട് കൊടുക്കുക. എൻ്റെ മാനിഫെസ്റ്റേഷനിലുള്ള കാറ് കുട്ടിച്ചാത്തൻ എനിക്ക് തന്നിരിക്കും എന്നൊക്കെയാണ് ഈ കുട്ടിച്ചാത്തൻ്റെ ഐറ്റം പറഞ്ഞു നടക്കുന്ന ഇവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? വിചാരിച്ച കാര്യങ്ങൾ നടത്തുക, ശത്രു സംഹാരം, അങ്ങനെ കുറേ സമ്പൽ സമൃദ്ധി. ഇതിന് വേണ്ടിയിട്ട് കുട്ടിച്ചാത്തൻ രാവിലെ മുതൽ അമ്പലവും തുറന്നിരിക്കും, കാശും കൊണ്ട് പോയാൽ മതി. അങ്ങനെ പറഞ്ഞ് ആൾക്കാരുടെ ഇത് തുറന്നു വെച്ച് ഇങ്ങനത്തെ ഒരു 10 റീലിട്ടാൽ തന്നെ എന്തായി? നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ മാറും, സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ തീരും, ശാരീരികമായിട്ടുള്ള വിഷയങ്ങൾ തീരും എന്നൊക്കെ പറയുമ്പോൾ തന്നെ കുറേ ആൾക്കാർ അവിടെ പോയിട്ട് പൈസ കൊടുക്കും. പിന്നെ നാണക്കേടും മാനക്കേടും കാരണം ഈ പൈസ പോയത് പുറത്ത് പറയാത്ത കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ടാവൂടെ. അപ്പോൾ ഇവിടെയൊക്കെ ചെന്നിട്ട് ഈ പറഞ്ഞ കുട്ടിച്ചാത്തൻ്റെ അടുത്ത് ചെന്ന് കാളിയാർ മഠത്ത് പോയി പൈസ നഷ്ടപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് വരാൻ പറ്റില്ലെങ്കിൽ ഫേക്ക് ഐ ഡി എന്നെങ്കിലും വന്നിട്ട് ഇതിനകത്തിൽ കമൻ്റ് ഇടും. അങ്ങനെയെങ്കിലും നാട്ടുകാർ അറിയട്ടെ. ഇതിപ്പോൾ എത്ര കേസായി. നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു അമ്പലം എവിടെ നിന്നില്ലാതെ തുടങ്ങും. മനസ്സിലായോ? ഇതൊന്നും ആരാധിക്കുന്ന ഐറ്റങ്ങളാണോ എന്ന് പോലും അറിയില്ല. ഇത് ശിവൻ അല്ലെങ്കിൽ ബ്രഹ്മാവ്, വിഷ്ണു, അങ്ങനെ കുറേ ദൈവങ്ങൾ, ഹിന്ദുക്കൾക്കാണെങ്കിൽ കുറേ ദൈവങ്ങളുണ്ട്. കുട്ടിച്ചാത്തനും ദൈവമായിട്ടൊക്കെ ആരാധിക്കാൻ തുടങ്ങുന്ന വിഷ്ണുമായ കൺസെപ്റ്റ് വേറെയാണ്. അതിൽ തന്നെ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെങ്കിലും ഇവിടുത്തെ വിഷയം ഇവരെ ന്യൂസൻസ് ആണ്. ഈ വിഷ്ണുമായ കളരി ഇവന്മാർ ഇവിടെ തുടങ്ങിയിട്ട് കാളിയാർ മഠം എന്ന് പറഞ്ഞൊരു ഐറ്റവും തുടങ്ങി വെച്ച് ഇതിനകത്ത് ഇതേപോലെ കുട്ടിച്ചാത്തനെ സേവിക്കുന്നു, പൂജ ചെയ്യുന്നു എന്ന് പറഞ്ഞ് റീൽസും വീഡിയോയും ഇട്ട് ആളുകൾ ആകൃഷ്ടരായി. ഇപ്പോൾ ഒരുപാട് പേര് താമസിക്കുന്ന ഒരു സ്ഥലത്താണ് ഇവർ ഈ സെറ്റപ്പ് കൊണ്ടു നടക്കുന്നത്. അപ്പം അടുത്തുള്ള വീട്ടുകാർക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. കുട്ടിച്ചാത്തൻ്റെ ഒക്കെ പരിപാടി ആകുമ്പോൾ രാപ്പകലില്ലാതെ ആൾക്കാർ വന്നിട്ട് പോവുക, പല പല ശബ്ദങ്ങൾ കേൾക്കുക, വണ്ടി അവിടെയും ഇവിടെയും പാർക്ക് ചെയ്യുക. അങ്ങനെ ഒരു ന്യൂയിസൻസ് തന്നെ അവരവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ന്യൂയിസൻസ് ആയപ്പോഴാണ് നാട്ടുകാർ ഇവർക്കെതിരെ പ്രതിഷേധമായിട്ട് കോടതിയിൽ പോക്കും വിഷയങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആ കേസ് കൊടുത്ത ഈ കുട്ടിച്ചാത്തൻ ടീംസിനെതിരെ കേസ് കൊടുത്ത ഒരു വ്യക്തിനെ തന്നെയാണ് ഇവർ ഈ പിടിച്ചുകൊണ്ടുപോയിട്ട് അകത്ത് അടിച്ചു കുത്തി സൈഡാക്കിയത്. ഞാനിവിടെ ആദ്യം 2 മാസങ്ങൾക്ക് മുമ്പ് ഈ കുട്ടിച്ചാത്തൻ ടീംസിനെ കുറിച്ച് ഇട്ട വീഡിയോ ഒന്ന് ഞാനിവിടെ പ്ലേ ചെയ്യാം. കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിനെതിരെ അല്ലെങ്കിൽ ഒരു മഠത്തിനെതിരെ ഹൈക്കോടതിയുടെ കടുത്ത നടപടി ഉണ്ടായിരിക്കുകയാണ്. നാട്ടുകാരുടെ, പരിസരവാസികളുടെ, പൊതുജനങ്ങളുടെ നിരന്തരമായ പരാതികളെ തുടർന്നാണ് ഹൈക്കോടതി കടുത്ത നടപടി ഈ സ്ഥാപനത്തിനെതിരെ കൈക്കൊണ്ടിരിക്കുന്നത്. 3 മാസത്തിനകം ഈ മഠം അവിടെ നിന്ന് അടിയന്തരമായി നീക്കണമെന്ന് കൃത്യമായി ഉത്തരവിൽ പറയുന്നു. ഈ ഉത്തരവ് ജില്ലാ കളക്ടർക്കും ജില്ലാ പോലീസ് സൂപ്രണ്ടിനും അരൂർ പഞ്ചായത്ത് സെക്രട്ടറിക്കും കോടതി അയച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ഈ കാളിയാർ മഠത്തിൻ്റെ ആളുകൾ പഞ്ചായത്ത് ഓഫീസിൽ വന്ന് ഈ ഉത്തരവ് കൈപ്പറ്റിയിട്ടുമുണ്ട്. ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ സുബീഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിൻ്റെ നടത്തിപ്പുകാരൻ. ഇദ്ദേഹത്തോടാണ് ഈ സ്ഥാപനം എത്രയും പെട്ടെന്ന് 3 മാസത്തിനുള്ളിൽ ഇവിടെ നിന്ന് മാറ്റണം എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ സഹോദരനും ചേർന്നാണ് ഈ മഠം നടത്തിക്കൊണ്ടു പോകുന്നത്. ഇവര് ഈ സ്ഥാപനം നടത്തുമ്പോൾ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ ഇവർ നടത്തുന്നുണ്ട്. അതോടൊപ്പം ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചടക്കം നിരവധിയായ പരാതികൾ സമീപവാസികൾക്കും ഇവിടെ വന്നുപോയ ആളുകൾക്കുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൊതുജനങ്ങൾക്ക് ഇവരുണ്ടാക്കുന്ന ദുരന്തമാണ്, അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ്. ഇവിടുത്തെ മാലിന്യങ്ങൾ സമീപവാസികളുടെ വീടുകളിലേക്ക് ഒഴുക്കുക,
അതുപോലെ തന്നെ മൈക്ക് കെട്ടി വലിയ ഒച്ചയിൽ വലിയ പ്രശ്നമുണ്ടാക്കുന്ന വിധത്തിൽ ജനങ്ങൾക്ക് ദുസ്സഹമാകുന്ന വിധത്തിലേക്ക് മൈക്കിൻ്റെ ഉപയോഗം മറ്റും നടത്തുക, അതുപോലെ ഇവിടേക്ക് വരുന്ന വാഹനങ്ങളെല്ലാം നടു റോഡിൽ തോന്നിയ ഇടങ്ങളിലൊക്കെ പാർക്ക് ചെയ്യുക. സുബീഷ് തന്ത്രി എന്ന് പറയുന്ന ഇതിൻ്റെ നടത്തിപ്പുകാരനായിട്ടുള്ള വ്യക്തി, അദ്ദേഹത്തിനെതിരെ ചില കേസുകൾ നിലവിലുള്ളതായി ചില ആളുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ രേഖകളടക്കം അവരുടെ പക്കലുണ്ടെന്നാണ് പറയുന്നത്. അത്തരം കേസുകളുള്ള ഒരാൾ അതുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ എങ്ങനെയാണ് ഒരു തന്ത്രി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സ്വാമി എന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ട് ഇമാതിരി പരിപാടികൾ നടത്തുന്നത്? അതുപോലെ ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞ് നടക്കുന്ന അനീഷ് എന്നൊരാൾക്കെതിരെയും ചില ആരോപണങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകളെ അത് നടത്തി തരാം, ഇത് ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പൂജയ്ക്കായിട്ട് 10,000, 15,000, 20,000 ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ കാലത്ത് ഒരാളുടെ മാസ ശമ്പളമാണ് ഈ 12,000, 15,000 എന്നൊക്കെ പറയുന്നത് സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ്റെയൊക്കെ. അപ്പം അങ്ങനെയൊക്കെയുള്ള വലിയ തുകകൾ വാങ്ങിച്ചിട്ട് കാര്യസാധ്യമില്ലാതെ പോകുമ്പോൾ ആ ഭക്തർ അനുഭവിക്കുന്ന ഒരു വലിയ വിഷമമുണ്ട്. അതായത് ഈ ഒരു കാളിയാർ മഠം റിലേറ്റഡ്, ഈ കാളിയാർ മഠം എന്ന് മാത്രമല്ല കേട്ടോ, ഇതേപോലെ ആളുകളെ ചൂഷണം ചെയ്യുന്ന, ആളുകളുടെ ഭക്തി, പേടി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചൂഷണം ചെയ്യുന്ന സ്ഥാപനങ്ങളോ വ്യക്തികളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സോഴ്സ്, അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ ഇവർ കറുപ്പ് വെളുപ്പിക്കുന്ന പരിപാടിയുണ്ട്, ബിനാമി ഇടപാടുകൾ, ഇവരുടെ ഗുണ്ടാ റിലേഷൻസ്. ഇപ്പോൾ ഞാൻ അന്വേഷിച്ച സമയത്ത് ഈ കാളിയാർ മഠത്തിലെ ചെങ്ങായിക്ക് ഏതൊരു ജിമ്മ് ടീമൊക്കെ ആയിട്ട് എന്തോ ബന്ധമുണ്ടെന്നോ, ഈ ജിമ്മിൽ നിന്ന് ഇങ്ങോട്ട് ആൾക്കാരെ കൊണ്ടുവന്ന് ഗുണ്ടാ സെറ്റപ്പിന് നിർത്താറുണ്ടെന്നൊക്കെ പല ഹിയർസൈസും കേട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ ഗുണ്ടാ സെറ്റപ്പ് ഒരു വഴിക്ക്, ഫിനാൻഷ്യൽ ഫ്രോഡ് പരിപാടി ഒരു വഴിക്ക്, പിന്നെ സയൻറ്റിഫിക് ടെമ്പർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട നമ്മളൊരു നാട്ടിൽ ഇതുപോലെ മതപരമായിട്ടും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പേര് പറഞ്ഞും ആളുകളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്കെതിരെ പേടിയാണ് ഇവിടുത്തെ സിസ്റ്റത്തിന് സംസാരിക്കാൻ. പിന്നെ പണമുണ്ട്, മണി പവർ, മസിൽ പവർ, പൊളിറ്റിക്കൽ പവർ ഓബിയസ്ലി ഇവരുടെ അടുത്ത് കാണും. കാരണം ബിനാമിയായിട്ടായിരിക്കും ഇവർ ചിലപ്പോൾ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. കാരണം ഒരു അമ്പലത്തിലൂടെ ഇപ്പോൾ ഡൊണേഷനായിട്ട് വന്നു, അല്ലെങ്കിൽ പൂജേൻ്റെ ആവശ്യമായിട്ട് വന്നതുകൊണ്ട് പല പൈസ ഇവർക്ക് എടുത്തിട്ട് വെളുപ്പിക്കാൻ പറ്റുന്ന പരിപാടിയൊക്കെ ഉള്ളൂ. ഇതിനൊക്കെ വളർച്ച നിങ്ങൾ നോക്കിയാൽ മതി. ഒരു 2-3-4 കൊല്ലം കൊണ്ടാണ് ഇതൊക്കെ വളർന്നു പൊങ്ങി വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനത്തെയൊക്കെ സ്ഥാപനങ്ങളിൽ പോകുന്നതിന് മുന്നേ നിങ്ങളുടെയൊക്കെ പാരൻസോ നിങ്ങളൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന ദൈവത്തിനെ നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റുന്നില്ല. പിന്നെയാണ് ഒട്ടിക്കാത്തൻ. ഇനി ഇന്നലെ മർദ്ദനത്തിനിരയായ വ്യക്തി ഇന്ന് മീഡിയ വണ്ണിന് ഒരു വൈറ്റ് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടാകുകയും അവരുടെ സുബീഷിന്റെ ഫാദർ ലോ വന്ന് അങ്ങനെ വാക്ക് തർക്കം ഉണ്ടാകുകയും എന്നെ വലിച്ചിഴച്ചിട്ട് അവരുടെ അകത്തേക്ക് കയറ്റിക്കൊണ്ടുപോവുകയും അകാരണമായി മർദ്ദിക്കുകയും പിന്നെ അവിടെ നിന്ന് അവർ അവരുടെ ബാക്ക് അടുക്കളയിലെ വശത്തേക്ക് കൊണ്ടുപോയിട്ട് അകാരണമായിട്ട് കല്ലുകൊണ്ടും മറ്റും ആയുധങ്ങൾ കൊണ്ടും ഉപദ്രവിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും പിന്നെ അല്ലെങ്കിൽ കിടത്തിക്കളയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. അല്ലെങ്കിൽ ഈ കേസിൽ നിന്ന് അവർക്ക് വേണ്ടത് ഈ കേസിൽ നിന്ന് ഞാൻ പിന്മാറണം. അപ്പോൾ ഞങ്ങളൊരു 6 പേരാണ് ഈ കേസിൽ ഉള്ളത്. ആ 6 പേരും ഇതാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് പല പ്രാവശ്യമായിട്ട് ഇവരെ നമ്മൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. മാറണം എന്നെ പല പ്രാവശ്യം പല രീതിയിലും പല ആൾക്കാരെ കൊണ്ടും പറയിക്കേണ്ടത് മാറണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന്. പക്ഷെ നമ്മളൊരു അയൽവക്കാരെന്ന രീതിയിൽ നമ്മൾ അതിനകത്തൊക്കെ പോയില്ല, ഒന്നുമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഇവർ അതിനെതിരെയാണ് ഈ പ്രവൃത്തികളൊക്കെ ചെയ്തത്. നമ്മൾ അവർക്കെതിരായിട്ട് ഒരു പരിപാടിയും ചെയ്യില്ല. നമ്മൾ ആകപ്പാടെ കേസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അവരോട്. അത് കോടതിയുടെ വിധിയൊന്നും 3 മാസം കഴിഞ്ഞത് നിർത്തണമെന്നും എല്ലാം വന്നതാണ്. പക്ഷെ ഇവൻ റിവ്യൂ കൊടുത്തിട്ട് ഇവനെ കേൾക്കാൻ വേണ്ടിയിട്ട് കോടതി മാറ്റി വെച്ചേക്കുന്ന സമയത്താണ് ഇവൻ ഇത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. പല പ്രാവശ്യം എന്റെ വീട്ടിൽ വന്ന് ഇവൻ ഒരു ദിവസം ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്നെ റോഡിൽ വെച്ച് ഇവന്റെ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി തല്ലാൻ വേണ്ടി വന്നിട്ട് അന്ന് എന്തോ ഇവൻ പെട്ടെന്ന് അകത്തേക്ക് കയറി പോയി. ഞാൻ അന്നേരം എന്റെ വൈഫിനാണ് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും എന്റെ കൂട്ടുകാരന്മാരും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് അത് നമുക്ക് ഇനി എന്തെങ്കിലും ഉണ്ടാകട്ടെ എന്നുള്ള ഒരു ഇതിലായിരുന്നു നിർണ്ണയിച്ചത്. പക്ഷെ അതിന്റെ ഇടയ്ക്കാണ് ഇപ്പൊ ഇന്നലെ ഈ വെള്ളിയാഴ്ച ഈ വൈകുന്നേരം ഈ സംഭവം ഉണ്ടായത്. അപ്പൊ ഇതൊന്നും നമുക്ക് ആരും അന്വേഷിക്കുന്നില്ല, ഒന്നുമില്ല. ഇവൻ എല്ലാവർക്കും ഭീഷണിയായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ഇവൻ ഭീഷണിപ്പെടുത്താൻ കത്തിച്ച് ഞാൻ ഇറങ്ങി കഴിഞ്ഞാൽ കത്തിച്ച് കളയൊന്നും പറഞ്ഞ് ഇപ്പൊ അവിടുന്ന് നമുക്ക് ഭീഷണി വന്നിട്ടിരിക്കുന്നു. ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും കത്തിക്കൊന്നും പറഞ്ഞിരിക്കുന്നത്, എന്നെ അപ്പുറത്തെ ആൾക്കാരെയൊക്കെ കത്തിക്കൊന്നും പറഞ്ഞിരിക്കുന്നു. അപ്പൊ പിന്നെ ഇവനെ നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ ചെയ്യേണ്ടത്? കുട്ടിച്ചാത്തനെ സേവിക്കുന്ന കുറെ ഫ്രോഡുകൾ ഇവന്മാരെ കൊണ്ടൊന്നും നാട്ടിൽ ബാക്കിയുള്ളവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതൊക്കെ ഇങ്ങനത്തെ ഒക്കെ സെറ്റപ്പ് നടത്തണം എന്നാണെന്നുണ്ടെങ്കിൽ വലിയൊരു തൊടിയോ പറമ്പോ എടുക്കുക, ഏക്കർ കണക്കിന് തൊടിയോ പറമ്പോ എടുത്ത് അതിൻ്റെ അകത്ത് കൊണ്ടുപോയി പണ്ടാറടക്ക്. ഏതെങ്കിലും പൊട്ടന്മാർ ഇതൊക്കെ വിശ്വസിച്ച് കൊടുന്നവർ പൈസയും കൊണ്ടുവരുന്നു പറ്റിക്കപ്പെടാൻ വേണ്ടി നിൽക്കുന്ന കുറേ ജന്മങ്ങളുണ്ട്. അവരെ പറ്റിച്ചോ താട്ടിച്ചോ ജീവിക്കുക. നാട്ടുകാർ കൂട്ടവും കുടുംബമായിട്ട് ജീവിക്കുന്ന സ്ഥലത്ത് ഇതേപോലുള്ള പോക്കിരിത്തരം കാണിച്ച് ഏതോ ഒരു കുട്ടിച്ചാത്തനെയും കൊണ്ടുവന്ന് വെച്ച് അതിൻ്റെ പേരിൽ പൈസയും പിരിച്ച് നാട്ടുകാർക്ക് ന്യൂസൻസ് ആയിട്ട് എന്നിട്ട് നാട്ടുകാരെയും വെല്ലുവിളിച്ച് ഗുണ്ടാ സെറ്റപ്പിന് നടക്കുക.
ഞാൻ പറയുമ്പോൾ നാട്ടുകാർക്ക് വലിയ കയ്യൂക്കില്ലാത്തതുകൊണ്ടാണ് ഇതിലൊക്കെ. ഞാൻ തച്ചോടിച്ച് ഇറക്കി വിടണം അവിടെ നിന്ന്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഇവരുടെ ചുറ്റുവട്ടത്തുള്ള പലരും എനിക്ക് പേഴ്സണലി ഇൻഫർമേഷൻ തന്നിരുന്നു. പഞ്ചായത്തിൽ പോയി പറഞ്ഞിട്ട് കാര്യമില്ല, ആരോട് പോയി പറഞ്ഞിട്ടും കാര്യമില്ല. ഇവൻ എല്ലാ സൈഡും എന്ത് ചെയ്യുന്നു കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് പിന്നെ മണി പവറാണ്, മസിൽ പവറാണ്, പൊളിറ്റിക്കൽ പവറാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നാട്ടുകാർ എന്താണ്, നാട്ടുകാർ കൂടും കുടുക്കിയെടുത്തിട്ട് അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള 10 വീട്ടുകാരും പോകണോ, 10-15 വീട്ടുകാരും എല്ലാവരും കൂടി പോകണോ, നാട് ഫുള്ളോന് വിട്ടു കൊടുക്കണോ? ആൾ ദൈവങ്ങനെ വളരാൻ ഇവിടെ സഹായിക്കുന്നത് ഇവിടുത്തെ സിസ്റ്റമാണ്. അങ്ങനെ വളർത്തും. എന്നിട്ട് ലാസ്റ്റ് ഇവൻ കള്ളനും കൊള്ളക്കാരനും ഈ നാട്ടുകാരെ മൊത്തത്തിൽ ഊമ്പിച്ചിട്ടാണ് പോകും. മനസ്സിലായോ? അതാണ് സംഭവിക്കാൻ പോകുന്നത്, അതിനപ്പുറത്തേക്കില്ല. അല്ലെങ്കിൽ സ്വർണം കൊണ്ട് പിന്നെ ഒരു അമ്പലമൊക്കെ ഉണ്ടാക്കി കുട്ടിച്ചാത്തനെയും വെച്ച് അവിടെ ഓനും ഒരു കുടുംബം നന്നായിട്ട് ജീവിക്കും. ഒരു പോർഷെ വാങ്ങും, ലംബോർഗിനി വാങ്ങും, ഫെറാറി വാങ്ങും, അങ്ങനെ അവർ അടിപൊളിയായിട്ട് ജീവിക്കും. ഈ 10ഉം 20ഉം 30ഉം ആയിട്ട് ഒരു സ്വരുക്കൂട്ടി വെച്ച് ലക്ഷങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ അത് കൊണ്ടുപോയി കൊടുക്കുന്നവരുണ്ടാവും. കാര്യസാധ്യവും വല്ല കോപ്പും നടക്കുമോ? ഏതെങ്കിലും ഒരു കുട്ടിച്ചാത്ത ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് കുറച്ച് കാശ് വാങ്ങിയിട്ട് മോനെ നിൻ്റെ എല്ലാ കാര്യവും ഞാൻ സാധിച്ചു തരാമെന്ന് പറയുന്ന പിന്നെ അത് മതിയല്ലോ. ഈ കാളിയാർ മണം സുബീഷിനെയും ഓൻ്റെ കുട്ടിച്ചാത്തിനെയും കൂടി വല്ല അമേരിക്കയ്ക്ക് ട്രംപിൻ്റെ അടുത്ത് പറഞ്ഞേക്കും, എന്നിട്ട് പറ ഇറാനെ തീർക്കാൻ പോകാൻ മതി. $1 കുറച്ച് കാശ് കൊടുക്കാൻ പറ എൻ്റെ കുട്ടിച്ചാത്തിൻ്റെ അടുത്ത്, എന്നിട്ട് ഇറാൻ തീർന്നു പോട്ടെ എന്നുള്ള രീതിയിലുള്ളൊരു ഐറ്റം സെറ്റാക്കാൻ പറ. കുട്ടിച്ചാത്തൻ വിചാരിച്ചാൽ നടക്കുന്നല്ലോ പറഞ്ഞത് കാര്യസാധ്യം. ട്രംപിനോ ആരെയും മെയിൽ അയക്കട്ടെ, ഡിയർ ഫ്രണ്ട് ട്രംപ് ദർ ഇസ് എ കുട്ടിച്ചാത്തൻ ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലെങ്കിൽ അടുത്ത് ഇന്ത്യ പാകിസ്ഥാൻ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ നേരെ ബോർഡർ പോയി നിൽക്കും മൊട്ടയും ചാത്തനും കൂടി. അവിടെ പോയിരുന്ന് 2 സേവൊക്കെ ചെയ്ത് പാകിസ്ഥാനെ തീർത്തുക, എന്നാലൊക്കെ സമ്മതിച്ചു തരാം. ഇങ്ങനത്തെ അലമ്പ് ടീംസാണ്. ഇവരെ പരിചയമുള്ള ഈ വിഷയങ്ങൾ അറിയുന്ന ഒരു വ്യക്തി എനിക്ക് പേഴ്സണലി അയച്ചൊരു വോയിസ് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. അരൂര് ഈ എന്താ പറയുക, കാളിയാർമഠം എന്ന് പറഞ്ഞത് ആക്ച്വലി ഒരു ടെമ്പിളോ ഒരു ക്ഷേത്രമോ ഒന്നുമല്ല. അത് ആക്ച്വലി ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഈ പറഞ്ഞ വിഷ്ണുമായ ചാത്തൻ എന്ന് പറഞ്ഞൊരു സംഭവത്തിന് ആരാധിച്ച് അതിന് വേണ്ടിയുള്ള സാക്രിഫിഷ്യൽ ആയിട്ടുള്ള റിച്വൽസൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. സത്യം പറഞ്ഞാൽ ഈ ഫോട്ടോയിൽ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് അവിടെ ഒരു ഫാമിലി താമസിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നീട് ഈ കാളിയാർമഠത്തിൻ്റെ അപ്പുറത്ത്, ഈ വീടിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ഈ ടെമ്പിളായിട്ടുള്ള കാളിയാർമഠം എന്ന് പറയുന്ന സംഭവം ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് വന്നതിന് ശേഷം ഈ വീട്ടുകാർക്ക് ശല്യമായി തുടങ്ങിയപ്പോൾ വീട്ടുകാർ ശല്യം സഹിക്കാണ്ട് വിറ്റിട്ട് പോയതാണ്. ഹൈക്കോടതിയിൽ കേസിന് പോയി. അങ്ങനെ ഹൈക്കോടതി വിധി വന്നതാണ്, ഇത് സ്റ്റേ വന്നതാണ്, തൽക്കാലം മാറ്റി വേറെ ഏതെങ്കിലും ലൊക്കേഷനിലോട്ട് സെറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവരപ്പോൾ അതിന് വേറൊരു അപ്പീൽ പോയി. അങ്ങനെ ആ സ്റ്റേയിന് ഒരു മറസ്റ്റേ എന്നുള്ള രീതിയിലൊക്കെ ഒരു ലീഗലി സംഭവം നടക്കുന്നുണ്ട് കറന്റ്ലി. സുൽഫിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഇക്കാന്ന് പറഞ്ഞാൽ ഈ കേസ് കൊടുത്ത ഒരു നെയ്ബറായിട്ടുള്ള ഇക്കയാണ്. അപ്പോൾ ഈ നമ്മളുടെ ഈ പറഞ്ഞ ടെമ്പിളിന്റെ അപ്പുറത്ത് ആക്ച്വലി ഒരു പ്ലോട്ട് ഉണ്ട്. അത് ഈ പറഞ്ഞ കേസ് കൊടുത്ത ആളുകളുടെ 10-15 വീട്ടുകാർ കേസ് കൊടുത്തിട്ടെന്ന് പറഞ്ഞില്ലേ, അതിലൊരാളുടെ പ്ലോട്ടാണത്. അപ്പോൾ ആ പ്ലോട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലോട്ടിൽ എന്തോ മരം വെട്ടിയോ ചില്ല എന്തോ വെട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലോട്ടിന്റെ ഓണർ ഇന്നലെ സ്ഥലത്തില്ലാത്തത് കൊണ്ട് ഈ പുള്ളിനോട് ഒന്ന് വന്ന് നോക്കാൻ പറഞ്ഞു. ഈ സുൽഫിക്കർ എന്ന് പറഞ്ഞ ഈ മദ്ദനമേറ്റ് ഇപ്പൊ അടികൊണ്ട് ആളല്ലേ, ആ ഇക്കാനോട് ഒന്ന് വന്ന് നോക്കാൻ പറഞ്ഞു. ജസ്റ്റ് എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ, കാരണം അവിടെ വേറെ രീതിയിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ പറഞ്ഞു. കാരണം ഈ ചില്ല വെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചത് ഈ പറയുന്ന കാളിയാർമഠത്തിന്റെ ടീംസാണ്. അപ്പൊ പുള്ളിക്ക് ഒരു പേടിയുണ്ട്. പക്ഷെ പുള്ളി അവിടെ ഉണ്ടായില്ല, ഈ പ്ലോട്ടിന്റെ ഓണർ. സോ ആ പ്ലോട്ടിന്റെ ഓണർ സ്വാഭാവികമായിട്ട് ഈ സുൽഫിക്കറിനോ നിൽക്കാനോട് നോക്കാൻ പറഞ്ഞു. പുള്ളി അവിടെ എത്തിയപ്പോൾ പുള്ളി നോക്കുമ്പോൾ ഗേറ്റ് അടച്ചിട്ടേക്കായിരുന്നു. അപ്പോൾ ഈ ഓണറിനോട് ചോദിച്ചപ്പോൾ പ്ലോട്ടിന്റെ ഓണർ പറഞ്ഞു അത് കുഴപ്പമില്ല, നീ ചാടി കടന്ന് നോക്കിക്കും, അതിൽ ചാടി അപ്പുറത്ത് എത്തി നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോഴും ഇവർ ഈ അമ്പലത്തിന്റെ അകത്തോ ക്ഷേത്രത്തിന്റെ അകത്തോ ഇവരുടെ കോമ്പൗണ്ടിന്റെ അകത്തോ അല്ല, ഈ പറയുന്ന നെയ്ബേഴ്സിൽ പെട്ട ഒരാളുടെ പ്ലോട്ടിന്റെ അകത്താണത്. ആ പ്ലോട്ടിന്റെ ഓണർ ഇയാൾക്ക് സമ്മതം കൊടുത്തിട്ടാണ് ഇയാൾ അങ്ങോട്ട് പോയത്. ഇയാൾ അങ്ങോട്ട് ചാടി കടന്നതും നോക്കുമ്പോ ഈ കാളിയാർമഠത്തിന്റെ ടീംസ് അവിടെ എന്തോ സംഭവം ഒപ്പിക്കാറുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഇയാളെ കണ്ടതും ഇവര് ഭയങ്കര രീതിയിൽ റേസായി, എന്തോ ഇവരുടെ രഹസ്യം ചോർത്താൻ വന്നെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളുടെ നേരെ അങ്ങ് റേസായി. ഈ പുള്ളി പാവം ഒറ്റക്കായിരുന്നു. അത് നടക്കുന്നത് ആക്ച്വലി വെള്ളിയാഴ്ച ഉച്ചക്ക് വൈകുന്നേരം എന്നുള്ളൊരു ടൈമിലാണ് നടക്കുന്നത്. ഇയാള് നേരെ അങ്ങ് റേസായി വന്നു. അവിടെ ഉണ്ടായിരുന്ന വേറെ ഈ കാളിയാർമഠത്തിന് മെയിൻ്റനൻസ് നോക്കുന്ന വെൽഡിങ് പണിക്കാരാന്നൊക്കെയും തോന്നുന്നുണ്ട്. പിന്നെ അവിടെ തന്നെ ഒരു തടിമാടുന്നതായിട്ടൊരു നമ്പൂതിരി പോലത്തെ ഒരു മേൽനോട്ടക്കാരനുണ്ട് അവിടെ. പുള്ളിയും ഒക്കെ കൂടെ വന്ന് ഇങ്ങനെ വലിച്ചടച്ച് ഇപ്പൊ ആ വിഷ്വൽസ് ആണ് ആ വീഡിയോയിൽ കാണുന്നത്. ഓക്കെ,
ഇതൊക്കെയാണ് ആ സ്ഥാപനത്തിനെ കുറിച്ചും അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് കുറച്ച് പേർക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഇത് മീഡിയയിൽ വന്ന സമയത്ത് ഇവരൊരു വളച്ചൊടിക്കൽ നടത്തിയിരുന്നു കമൻറ്റ് ബോക്സിൽ. ഈ കാളിയാർ മഠത്തിൻ്റെ ടീം മുസ്ലിമായ ഒരു വ്യക്തി ഹിന്ദു ആരാധനാലയത്തിലേക്ക് അതിക്രമിച്ച് കയറി മദ്യപിച്ച് കയറി എന്നൊക്കെ പറഞ്ഞിട്ട്, ഈ ചങ്ങായി മദ്യപിച്ചിട്ടില്ല എന്നുള്ളത് പോലീസുകാർ ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ കൺഫേം ആയൊരു കാര്യമാണ് ഒന്ന്. രണ്ടാമത്, ഇയാൾ ഈ പണ്ടാരത്തിനകത്തേക്ക് അല്ല കയറിയത്. ഇയാൾ അയാളുടെ സുഹൃത്തിൻ്റെ വീട് ഇയാളോടൊരു കാര്യം പോയി നോക്കാൻ പറയുമ്പോൾ പോയി നോക്കാൻ വേണ്ടിയിട്ട് അവിടെയാണ് കയറിയത്, അല്ല ഇതിനകത്തേക്ക് അല്ല കയറിയത്. അങ്ങനൊരു എന്താ പറയുക, ഹിന്ദു മുസ്ലിം സാധനത്തിലേക്ക് വർഗീയതയിലേക്ക് ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചാത്തൻ്റെ ടീംസ് നോക്കിയിട്ടുണ്ട്. അതെന്താണെന്നുണ്ടെങ്കിലും വല്ലാത്ത മറ്റേ കുത്തിത്തിരിപ്പാണ് ആ പരിപാടി കാണിക്കുന്നത്. അതൊന്നും കേരളത്തിൽ വില പോകണമെങ്കിൽ ലേശം പാടാണ് ഇനി. അല്ലെങ്കിൽ കുട്ടിച്ചാത്തനൊരു NDAൻ്റെയോ BJPൻ്റെയോ മെമ്പർഷിപ്പോ സാധനം എടുത്തു കൊടുക്കുക, എന്നിട്ട് അടുത്ത സീറ്റിൽ നിർത്തുക, കുട്ടിച്ചാത്തൻ ചിഹ്നത്തിൽ താൻ പോയി നിൽക്കുക. അങ്ങനെ വേണമെങ്കിൽ വർഗീയവാദിയാവാം, ആ വർഗീയത കൊണ്ടുവരാൻ നാട്ടിലേക്ക്. അത് കൂടിയൊക്കെ ഇനി വർഗീയത വരാൻ പോകുന്നുള്ളൂ നാട്ടിലേക്ക്. അപ്പോൾ അങ്ങനെ വല്ലതും ട്രൈ ചെയ്യും. ഇതിൽ ഇനി ഇവരുടെ ഒരു വേർഷൻ കേൾക്കണമല്ലോ. മീഡിയ വൺ ഇന്ന് അവിടെ പോയി കവർ ചെയ്ത സമയത്ത് കുട്ടിച്ചാത്തൻ ടീംസിൻ്റെ അടുത്ത് പോയി ചോദിച്ചിട്ടുണ്ട്. ഞാനിവിടുത്തെ സ്റ്റാഫാണ്. നമ്മൾ അന്ന് വെള്ളിയാഴ്ച ഞങ്ങൾക്ക് ഇവിടെ വൈകിട്ട് ദീപാരാധനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പായസവും കാര്യങ്ങളും ഉണ്ടാക്കാനുള്ള തിരക്കിലായിരുന്നു ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നത്. അയാൾ കുടിച്ച് ഒരു ബോധവും ഉണ്ടായിരുന്നില്ല, ഒരു ബോധമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. അത് കുടിച്ച് ഭയങ്കര ശല്യങ്ങളാണ്. ഞങ്ങളതൊന്നും പ്രതികരിക്കാനോ അതിനെപ്പറ്റി സംസാരിക്കാനോ ഒന്നിനും ഞങ്ങൾ പോയോർന്നുമില്ല, ഒരു കാര്യങ്ങളും ഉണ്ടാക്കാറുന്നില്ല. ഞങ്ങളെല്ലാവരും ഇവിടെ അമ്പലത്തിന്റെ പണി നടക്കണ കാരണം അവിടെ പൊളിച്ചിട്ട് അടുക്കള ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ് വർക്കും കാര്യങ്ങളായിട്ട് പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇയാൾ ഇവിടുത്തെ മതിലൊക്കെ ചാടി അവിടെ വന്നിട്ട് അത് വീഡിയോ എടുക്കലും കാര്യങ്ങളായപ്പോൾ മോളിൽ നിന്ന് പണിക്കാർ കണ്ടു. അപ്പോൾ അവർ ചോദിച്ചു, എന്താ ഇവിടെ ചെയ്യണേ, എന്താ നീ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവരെ പറയാൻ പറ്റാവുന്നതിലപ്പുറം തെറിയും സാധനങ്ങളും ഇയാൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഈ മതിൽ ചാടി ഇങ്ങോട്ട് കിടക്കാനാണ് നോക്കിയത്. അപ്പം നോക്കിയപ്പോഴാണ് അമ്മ ചെന്നിട്ട് പറഞ്ഞത്, എടാ മോനെ നീ എന്തിനാ എൻ്റെ മോനെങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കണമെന്ന് ചോദിച്ചപ്പോൾ അമ്മേനെ തള്ളി അടിച്ച് നിലത്തേക്ക് താഴ്ത്തിക്ക് ഇടാണ് ചെയ്തത്. അത് അമ്മ വീണപ്പോഴാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ നോക്കണത്. അപ്പോഴേക്ക് ഇയാൾ ഇതോടെ ഇറങ്ങി അങ്ങോട്ട് ഓടി അയാളുടെ വീടിൻ്റെ അവിടെ ചെന്ന് നിന്നിട്ട് നമ്മളങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള വിധത്തിൽ അയാൾ കണ്ണി കണ്ട അനാവശ്യങ്ങളും കാര്യങ്ങളും വിളിച്ച് പറയലും മോളിയും ബഹളം നിൽക്കുന്നവർക്കൊക്കെ ആയിരുന്നു. അപ്പോഴാണ് ഇവിടുന്ന് പിന്നെ അമ്മ വീണ് കഴിഞ്ഞപ്പോൾ ആണ് പണിക്കാർ മോളിൽ നിന്ന് ഇറങ്ങി ചാടി ഓടി അങ്ങോട്ട് വന്നിട്ട് ആയിട്ടുള്ളത്. അല്ലാണ്ട് അവര് ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളതിലേക്ക് ഉൾക്കൊള്ളിപ്പിച്ച് നമ്മളെ സമൂഹത്തിന്റെ മുന്നിൽ ഒന്നല്ലാത്ത വിധത്തിൽ അത്രയും മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി മാത്രം അവർ ചെയ്തിട്ടുള്ളതാണ്. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരൊക്കെ ഇവിടുത്തെ പണിക്കാരാണെന്നാണ്? ഇവിടുത്തെ സ്റ്റാഫും ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ അന്ന് പണിക്ക് വന്ന ആൾക്കാരും ഉണ്ട്. അവരിതൊന്നും അറിയാത്തവരാണ്. ഇവര് വെറുതെ അതൊരു ക്രിയേറ്റ് ചെയ്താക്കിയതാണ്. ശരി, ഈ നാട്ടുകാർ പറയുന്ന മറ്റൊരു കാര്യം, ഈ നമുക്ക് സമാധാനത്തോടെ ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണെന്നൊക്കെയാണ് നാട്ടുകാർ പൊതുവെ ആരോപിക്കുന്നത്. അതിനോട് അവരുടെ സമാധാനക്കേടിന് ഇവിടെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവിടെ ആകെ കൂടെ വാവിനാണ് വിശേഷം വരുന്നത്. നമുക്ക് ഇവിടെ വിശ്വാസികളാണ് അധികം വരുന്നത്. ഇതൊരു ക്ഷേത്രമാണ്. ഇതൊരു ക്ഷേത്രത്തിൽ അത്രയും വിശ്വാസമുള്ള വിശ്വാസികൾ മാത്രമാണ് വരുന്നതുള്ളത്. നമ്മളാരും കൺവിൻസ് ചെയ്യണില്ല, നിങ്ങൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ആരും വിളിക്കണില്ല. നമ്മളെ വിളിക്കുന്നവരോട് ബുക്ക് ചെയ്ത്, അവർക്ക് ചൊവ്വ വെള്ളി ഞായറാണുള്ളത്, ആ ദിവസങ്ങൾ ബുക്ക് ചെയ്ത് ഇവിടെ നേരിട്ട് വന്ന് ശാന്തിനെ കണ്ട് സംസാരിച്ചതിന് ശേഷം അവർക്കുള്ള പരിഹാരങ്ങളും കർമ്മങ്ങളും നമ്മൾ പറയുക ചെയ്യണതുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഒരാളെയും വിളിച്ച് നിങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ നമ്മളത് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ആൾക്കാർ വരുന്നതിന് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുമോ? അതൊരിക്കലും പറ്റില്ല. അത് അവർ വിശ്വാസമുള്ളത് കൊണ്ടാണ് അവർ വരുന്നത്. ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ ഗുരുവായൂരപ്പനുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ തൊഴാൻ വരുന്നില്ലേ? നമുക്ക് പറയാൻ പറ്റും അങ്ങോട്ട് വരണ്ട പിടിക്കണ്ടെന്ന്? അത് ആ വിഗ്രഹത്തിന് ആ ചൈതന്യം ഉള്ളത് കൊണ്ട്, അതിന് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അത്രയും അധികം ആൾക്കാർ വരുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഭഗവാനും ഭഗവതിക്കും മുത്തപ്പനും അത്രയും പവർ ഉള്ളത് കൊണ്ടാണ് ഇത്രയും അധികം ആൾക്കാർ ഇവിടെ വരുന്നത്. ഗുരുവായൂരപ്പനും ഗുരുവായൂരും ഒക്കെ വേറൊരു ബിസിനസ്, കാളിയാർ മഠവും കുട്ടിച്ചാത്തനും വേറൊരു ബിസിനസ്. മനസ്സിലായോ? എല്ലാം ബിസിനസ്സാണ്, പക്ഷേ രണ്ടും രണ്ട് രീതിക്ക് നടക്കുന്ന ബിസിനസ്സുകളാണ്. ഇപ്പോൾ ഇവർ പറഞ്ഞില്ല ആരെയും വിളിച്ചു വരുത്തുന്നുണ്ട്. പിന്നെ ഈ സുബീഷ് സ്വാമി എന്തിനാണ് ഈ റീൽസ് ഇട്ടിട്ട് നമ്പറും എഴുതി വെച്ച് കാളിയാർ മഠം എന്ന് പറഞ്ഞാൽ കുളയ്ക്കാൻ നിൽക്കുന്നത്? ആൾക്കാരവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടല്ലേ? ചേച്ചീൻ്റെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ അവിടെ ഇരിക്കണ മറ്റേ ചാത്തം പോണവനും വരണവനൊക്കെ മോനേടാ എൻ്റെ പ്രശ്നം തീർത്തരാറും വിളിച്ചു കയറ്റിയിട്ട് പ്രശ്നം തീർത്തു കൊടുക്കാൻ നടക്കണ പോലെ ഉണ്ടല്ലോ. റീൽസ് വിട്ട് ഇത് 10 ആളിൽ എത്തിച്ച് അങ്ങനെയൊക്കെയാണ് ആളെ പിടിക്കുന്നത് ബിസിനസ്സിന്. അത് വേറെ വഴി. പിന്നെ ഈ അവിടെ അയാൾ അതിക്രമിച്ച് കയറി കള്ള് കുടിച്ചു, അയാൾ തെറി വിളിച്ചു, അമ്മേനെ തള്ളി താഴിട്ടു. എന്നാൽ കാളിയാർ മഠത്തിൻ്റെ ആൾക്കാർ ആ CCTV സാധനങ്ങളൊക്കെ ഒന്ന് പുറത്ത് വിടും. എന്താണെങ്കിലും ഒരു വീടാണെങ്കിൽ CCTV കാണും, ഒരു അമ്പലമാണെങ്കിൽ CCTV കാണും. CCTV ഇല്ലാതൊന്നും നിങ്ങൾ പറയരുത് പ്ലീസ്.
മനസ്സിലായോ? അതൊക്കെ കാണും. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് അങ്ങനത്തെ വിഷ്വൽസൊക്കെ ഉണ്ടാവുമല്ലോ. ഇയാളെ തല്ലാൻ വേണ്ടിയിട്ട് വലിച്ചഴിച്ച് കൊണ്ടുപോയിട്ട് CCTV ഇല്ലാതെ വീടിൻ്റെ ബാക്കിൽ കൊണ്ടുപോയിട്ട് അടിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഫ്രണ്ടിൽ കാണും. ഇയാൾ ചെയ്ത കാര്യങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പുറത്ത് വിടണം. അത് വിട്ടിട്ട് വേണം മാഡം സംസാരിക്കാൻ. മനസ്സിലായോ? അല്ലാതെ ഞങ്ങളെ ചാത്തപ്പൻ രക്ഷിക്കും, ചാത്തനാണ് ഞങ്ങളവിടുത്തെ CCTV എന്ന് പറയരുത് പ്ലീസ്. മനസ്സിലായില്ലേ? ഈ നാടിൻ്റെ ഒരു ഗതികേടും അവസ്ഥയെ ഞാൻ ആലോചിച്ചു. നിങ്ങൾ എന്ത് വേണം തുടങ്ങിക്കോ, കുട്ടിച്ചാത്തനെ സേവിക്കുക, ചാത്തപ്പീനെ സേവിക്കുക, നിങ്ങൾ എന്ത് വേണം ചെയ്യ്. അതിന് ബാക്കി മനുഷ്യന്മാർക്ക് നിങ്ങളൊരു ഉപദ്രവമായി മാറരുത്. മനസ്സിലായോ? അമ്പലാണെങ്കിലും പള്ളിയാണെങ്കിലും പടച്ചോനെയും വിളിച്ചോ, യേശുവിനെയും വിളിച്ചോ, ശിവനെയും വിളിച്ചോ, ആരെ വേണമെങ്കിൽ വിളിച്ചോ, ഈ ചാത്തനെ വിളിച്ചോ, നാളെ ചെകുത്താനെ വിളിച്ചോ, ആരെ വേണോ നിങ്ങൾ വിളിച്ചോ. വേറൊരു മനുഷ്യനത് ഉപദ്രവമായിട്ട് നിങ്ങളുടെ വീട് മാറാൻ പാടില്ല. ഓക്കെ? സ്വൈരമായിട്ട് നാട്ടുകാർക്ക് പുറത്തിറങ്ങി നടക്കാനും പേടിയില്ലാതെ നാട്ടുകാർക്ക് പുറത്തിറങ്ങി നടക്കാനൊക്കെ പറ്റണം. അല്ലാതെ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു അമ്പലം എവിടുന്നൊന്നുമില്ലാതെ ഒരു സ്ഥലത്ത് ഒരു ചൈതന്യം എന്ന് പറഞ്ഞിട്ടൊരു സാധനം കെട്ടിപ്പൊക്കി അതിനകത്തൊരു വിഗ്രഹം വെച്ച് ആരാധിച്ച് അതിനകത്തേക്ക് ആളെയും വിളിച്ച് കൂട്ടി നാട്ടുകാർക്ക് ഫുള്ള് നോയ്സ്. ഞാൻ പറഞ്ഞില്ലേ, പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് ഏക്കർ കണക്കിന് സ്ഥലം എടുത്തിട്ട് തുടങ്ങ്. സായിബാബ തുടങ്ങിയോ, അതിലെയോ അമൃതാനന്ദമായി തുടങ്ങിയോ, അതിനോട് തുടങ്ങി വെച്ചോ. ചാത്തൻസ് വേൾഡ് പേര് കിട്ടോ എങ്ങനെയും. അല്ലാതെ നാട്ടുകാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് വീട് കൊടുത്തിട്ട് അവിടെ ചാത്തൻ്റെ അമ്പലം തുടങ്ങി ആൾക്കാർക്ക് ന്യൂസൻസ് ആയിട്ട് പിന്നെ നാട്ടുകാരെ പിടിച്ച് തല്ലുക ഇടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഉള്ള എന്താണെന്നുണ്ടെങ്കിലും. പിന്നെ ഞാനീ പറഞ്ഞ പോലെ ഗുണ്ടാ സെറ്റപ്പ് ഉണ്ട്, പൊളിറ്റിക്കൽ മസിൽ പവർ ഉണ്ട്, മണി മസിൽ പവർ ഉണ്ട്, എല്ലാം ഉണ്ട് ഇവർക്ക്. ചാത്തൻ്റെ ടീംസിന് വീഡിയോ ഇട്ടുമെന്ന് കരുതിയിട്ട് എന്നെ വിലയ്ക്ക് വാങ്ങാനോ എൻ്റെ അടുത്ത് ഈ പവർ കാണിക്കാനോ വരാൻ നിൽക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായോ? ചാത്തൻ്റെ പവറും കാണിക്കണ്ട, ചാത്തനെ ആരാധിക്കുന്നവരെ പവറും കാണിക്കണ്ട, കൊണ്ടുവയ്ക്കുന്നവരെ പവറും കാണിക്കണ്ട. ഞാൻ കുറേ ചാത്തപ്പനെയും ചാത്തപ്പത്തിനെയും ചാത്തന്മാരെയും ചാത്തനെ ആരാധിക്കുന്നവരെയും കണ്ടതും കേട്ടതും ഒക്കെയാണ്. ഓക്കെ? വിലയ്ക്ക് വാങ്ങാൻ എന്തായാലും പറ്റില്ല. തീർത്ത് കളയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീരാൻ എനിക്കൊരു പേടിയില്ല. അതുകൊണ്ട് ഇങ്ങനത്തെയൊക്കെ തെമ്മാടിത്തരം കണ്ടു കഴിഞ്ഞാൽ പറയും.